ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിവോ ഡിസ്റ്റിലറിയിലാണ്. ഇത് അബർഫെൽറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് ആൽക്കഹോളിസം പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ സ്കോച്ച് വിസ്കി ഉണ്ടാക്കുന്നതും അത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലൊന്നായിരുന്നു. അങ്ങനെ പോയതാണ് ഹോം ഓഫ് ഡിവാർസിലേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ വിവരണങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിതൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. എഡിൻബറോയിൽ നിന്ന് നോർത്തേൺ പാർട്ടിലോട്ട് പോകുമ്പോഴാണ് ഈ അബർഫെൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുള്ളത്. അപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നത് 1.5 hours ആണ്. പക്ഷേ കുറച്ച് റോഡ് വർക്കൊക്കെ നടന്നിരുന്നത് കൊണ്ട് ഞങ്ങളൊരു ഓൾമോസ്റ്റ് 2 hours എടുത്തു അവിടെ എത്താനായിട്ട്. നിങ്ങൾക്കിതിൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ കൺട്രി സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഡ്രൈവ്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ആ ഡ്രൈവ്. നല്ല ഒരു രസമുള്ള ഇതായിരുന്നു. അങ്ങനെ നല്ലൊരു ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി, ഡിവോ ഡിസ്റ്റിലറി. ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വിസ്കി ടേസ്റ്റിങ്ങിന് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 2 പേർക്കുള്ള അലോട്ടഡ് ടൈമും അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലിമിറ്റഡ് വിസിറ്റേഴ്സാണ് അവർ അനുവദിക്കുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ. ടൂർ ആരംഭിക്കുന്നത് തന്നെ വിസ്കി എങ്ങനെ ഉണ്ടാക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷനോടുകൂടിയാണ്. That, ladies and gents, is the oldest and rarest whiskey we sell and make here in Aberfeldy. Now, we make single malt whiskey here. So when you see the word single on a bottle of single malt whiskey, this tells you that everything in the bottle has been made or produced at one single distillery. It does not mean that it comes from a single cask. It means one single distillery, because when it's time to bottle this whiskey, you don't just use one cask. You open many casks at the same time. When it's time to bottle Aberfeldy 12, the master blender selects possibly up to 200 casks of 12-year-old spirit. ഞങ്ങളുടെ ടൂർ ഗൈഡ് ആ സെഷനിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വിസ്കിയെ കുറിച്ചുള്ള അതിന്റെ ചരിത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു. So our water comes from the Petilio burn, which I explained earlier. And the yeast that we use is a liquid yeast that's manufactured for us by a company in Stirling. So they send it in, we store it here, and we use it when we need it. But our malted barley. Now malted barley is fresh barley that will have been put through what's called the malting process. And this malting process helps us to change the starch in the barley into sugar, because that sugar we will turn into alcohol. The fourth line down is the important one. 57.6% alcohol by volume, still cask strength. So in this country we would normally bottle whiskey at 40%. And to get that down to 40%, you'll probably realise now there would be water added to it. 58% Because if you were to naturally let that drop to 40%, വിസ്കിയാണ് it would take a ഞങ്ങൾക്ക് lifetime. സാമ്പിളിങ്ങിന് That റോബർട്ട് means it creates തന്നത്. a vacuum which draws the spirit up the tube. You driving, guys, aye? Yeah. Yes, right. So obviously 57.6% is a way above 1 unit alcohol. Yeah, right. So pour these as normal. You get to keep the glass anyway, so take them back to the visitor centre and then we'll get them put in bottles for you, okay? Sure. Guys who are doing the Aberfeldy tour, obviously you're welcome to upgrade to this if you want. I think it's an extra £7 and you get to keep the glass and also get this very rare whiskey to try. Because this whiskey, because it's given away in 25ml measures, it's never bottled. So you can't buy a bottle of this anywhere in the world. Let's see what I've got. Right, guys. So we can give a sniff of a wee tiny sip, but obviously if you're driving. Sure. Thank you. Okay. Yes, yeah. Guys, is okay? Just obviously Aberfeldy tour means that by the time we get back, there's 2 whiskies on the table for you. Is that okay? Yeah? Is that enough? Yeah. Okay. I know there's a way to lick my fingers, but I can't do that now.
This cask here contains Aberfeldy 12-year-old when it's been in the cask for 12 years. 12 വർഷം പഴക്കമാകുമ്പോഴേക്കും കാസ്റ്റിൽ നിന്നൊരു 20% അത് ഇവാപറേറ്റ് ആയിട്ട് പോകും. അത് 21 വർഷം ആകുമ്പോൾ അതിന്റെ പകുതിയോളം അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഒരു 40 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആ കാസ്റ്റിന്റെ താഴെ വിസ്കി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയും വർഷം കൂടുതലുള്ള വിസ്കിക്ക് ഒത്തിരി വിലയാവുന്നത്. So the story goes that we discovered 3 casks that were filled in 1978, and from those 3 casks we expect to get about 140 bottles. That's all we'll get for Aberfeldy 40. That's why it's so rare, and that's why again it's £2,500 a bottle. This part that goes missing, this is what we know in Scotland as the angel share. That's what the angels take from us, and it works out about 2% per year from every cask. So we are holding, as I mentioned earlier, about 1.4 million casks in stock down in Glasgow, and from every one of those casks we lose 2% every year. People often ask, is there nothing you can do to stop that? Is there nothing, can you not encase the cask, catch what escapes? The answer is no. ഇവിടെ നിന്നും പിന്നെ ബ്ലെൻഡിങ് ഏരിയയിലോട്ടാണ് പോയത്. പല നിറത്തിലും ക്യാരക്ടേഴ്സിലുള്ള വിസ്കി കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സ്ഥലമാണത്. ബ്ലെൻഡിങ്ങിനെ കുറിച്ചുള്ള റോബർട്ടിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിസ്കി ടേസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ലോഞ്ചിലോട്ട് വന്നു. അവിടെ തന്നെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യേണ്ട രീതിയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. വിസ്കി ഗ്ലാസ് എടുത്ത് അതിൻ്റെ കളറും സ്മെല്ലും ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടി നടന്നില്ല. അത് ചെറിയൊരു ബോട്ടിലാക്കി ഞങ്ങൾ ഹോട്ടലിലോട്ട് കൊണ്ടുവന്നു. I'll enjoy the hatter. Yeah. Okay, so you get 3 bottles for these guys, okay? Yeah. Take 3 bottles for you guys, okay? ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അത് ബോട്ടിലാക്കി കൊണ്ടുവരാനായിട്ട് അവർ ചെറിയ ബോട്ടിലും അതിനുള്ള ഫണലൊക്കെ തന്നിരുന്നു. അപ്പോൾ ജോ ഓരോ ഡ്രോപ്പ് പോലും പോവാതെ അത് കുപ്പിയിലാക്കി കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ടേസ്റ്റിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒരു ചെറിയ തിയേറ്ററിലോട്ടാണ്. അവിടെ ഡിവാർ ഡിസ്റ്റിലറിയുടെ ചരിത്രവും ഒക്കെ കാണിക്കുന്ന പഴയ വീഡിയോസ് ഞങ്ങൾക്കായി പ്ലേ ചെയ്തു. അതിനടുത്ത് തന്നെ ഒരു എക്സിബിഷൻ ഏരിയ ഉണ്ട്. അവിടെ ജോൺ ഡിവോറും മക്കളും ഉപയോഗിച്ചിരുന്ന ടേബിളും ഫർണിച്ചറും ഒക്കെ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിവാറിൻ്റെ പല പഴക്കത്തിലുള്ള വിസ്കീസും അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് അവിടെ എല്ലാം നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിസിറ്റേഴ്സിന് ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി നടന്ന് കണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു.
ഡിവോറിൻ്റെ പല പഴക്കമുള്ള വിസ്കീസും നന്നായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇതൊരെണ്ണമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അവരുടെ സോവനിയർ ഷോപ്പിലൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 12 ഇയറിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങി ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് യാത്ര തുടരുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ കീപ്പ് ഓൺ ട്രാവലിംഗ്.